കള്ളുകുടിയന്മാരും ഞരമ്പ് രോഗികളും ഹോസ്റ്റലിലേക്ക് കയറാതെ നോക്കുക. അത് ഞാൻ ഏറ്റു. ഒറ്റൊരുത്തരും ഈ കോമ്പൗണ്ടിൽ കാല് കുത്തില്ല. കാല് കുത്തിയാ ഞാൻ ഇടിച്ച് ശരിയാക്കും. അല്ല, പ്രധാനമായും 2 ജോലികളുണ്ടെന്ന് പറഞ്ഞില്ലേ, അടുത്തെന്താ? ജെനിഫർ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് നടക്കുന്നുണ്ടോ എന്ന് നോക്കുക. എന്നുവെച്ചാ എല്ലാരുടെയും കണ്ണു വെട്ടിച്ച് ഇവിടുന്ന് ആരെങ്കിലും അസമയത്ത് പുറത്തു പോകുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് ഞാൻ സമ്മതിക്കില്ല. അതിന് ആരെങ്കിലും ശ്രമിച്ച ഞാൻ പിടികൂടുകയും ചെയ്യും, നല്ല ഇടിവെച്ച് കൊടുക്കുകയും ചെയ്യും. എല്ലാരും തല്ലാൻ നീ ആരാണെന്നാ നിന്റെ വിചാരം? നിനക്കറിയില്ലേ, പാറു, ചട്ടമ്പി പാറു. ആ ദേ, ചട്ടമ്പി പറൂനേത് ഞരമ്പ് രോഗി വിളിക്കുന്നുണ്ട്. എന്നെ ഒരു ഞരമ്പ് രോഗിയും വിളിക്കില്ല, വീട്ടിൽ നിന്നായിരിക്കും. ആ, ഞാൻ നോക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ നോക്കിക്കോളാം. ആ, വീട്ടിൽ നിന്നൊന്നുമല്ല, പ്രിയനാ. പ്രിയൻ ചേട്ടനോ? അയാളെന്തിനാ എന്നെ വിളിക്കുന്നേ? ഇങ്ങതാ. ഹലോ പ്രിയ, ഇവളിത് എന്ത് പണിയായി കാണിച്ചേ? ഇത് ആരായി സംസാരിക്കുന്നേ? ഞാൻ ആയിഷയാ. ആ, ആയിഷ. ഹലോ ആയിഷ, പാറുല്ലേ അവിടെ? അല്ല, പ്രിയനും അവളെ പാറൂന്നാണോ വിളിക്ക? എന്താ ആയിഷ അങ്ങനെ ചോദിച്ചേ? അല്ല, നല്ല അടുപ്പുള്ളവര് മാത്രമേ പാർവതിയെ പാറൂന്ന് വിളിക്കാറുള്ളൂ. മതി, ഇങ്ങതാ. സോറി പ്രിയൻ ചേട്ടാ, ആയിഷ എങ്ങനെയാ, ആരോട് എങ്ങനെ സംസാരിക്കണമെന്നൊന്നും അറിയില്ല. അടുപ്പമുള്ളവര് മാത്രമേ പാർവതിയെ പാറൂന്ന് വിളിക്കാൻ പാടുള്ളൂ എന്നാ ആയിഷ പറയുന്നത്. നിന്നെ പാറൂന്ന് വിളിക്കാൻ മാത്രമുള്ള അടുപ്പം നമ്മൾ തമ്മിലുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ വിളിക്കാനാ എനിക്കിഷ്ടം. അതിനുവേണ്ടി പാറുവിനോട് കൂടുതൽ അടുക്കാനും ഞാൻ തയ്യാറാ. എങ്ങനെയാ കൂടുതൽ അടുക്കേണ്ടെന്ന് പാറു പറഞ്ഞാ മതി. ഈ ബുദ്ധൂസ് അങ്ങനെ പറഞ്ഞെന്ന് കരുതി പ്രിയൻ ചേട്ടൻ അതൊന്നും കാര്യാക്കണ്ട. ഇപ്പൊ തന്നെ പാറു എന്ന് വിളിക്കാൻ മാത്രമുള്ള അടുപ്പൊക്കെ നമ്മൾ തമ്മിലുണ്ട്. നമ്മൾ തമ്മില് അടുപ്പമുണ്ടല്ലേ? ഇല്ലേ? ഉണ്ട് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ പാറുവിനെ ഫോൺ ചെയ്യുന്നതും പാറു ഒരു മടിയും കൂടാതെ എന്നോട് സംസാരിക്കുന്നതും ഒക്കെ. അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. പ്രിയൻ ചേട്ടൻ എന്തിനാ വിളിച്ചത്? അത് ഞാൻ പാറുവിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്റെയും പാറുവിന്റെയും മനസ്സ് ഒരുപോലെയാണെന്ന്. എന്റെയും പ്രിയൻ ചേട്ടന്റെയും മനസ്സ് ഒരുപോലെയാണെന്നോ? ആരെങ്കിലും സങ്കടപ്പെടുന്ന കണ്ട എനിക്ക് വിഷമാവും. അയാളുടെ ആ സങ്കടം തീർത്തു കൊടുത്താലേ പിന്നെ സമാധാനം കിട്ടുള്ളൂ. പാറുവിന്റെ സ്വഭാവം അങ്ങനെ തന്നെയല്ലേ? ജെനിഫറിന്റെ സങ്കടം തീർത്തു കൊടുക്കാൻ എത്ര വലിയ റിസ്കാ പാറു ഏറ്റെടുത്തത്. അത് എന്റെ മിടുക്കൊന്നുമല്ല. എനിക്കൊരു അപകടവും പറ്റില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ശിവനും ശിവന്റെ ഗുണ്ടകളും എന്നെ ഉപദ്രവിക്കാൻ നോക്കിയാല് രക്ഷിക്കാൻ എന്റെ ഗന്ധർവൻ വരില്ലേ? എന്റെ ഗന്ധർവനുള്ളപ്പോ ഞാനെന്തിനാ പേടിക്കുന്നേ? ശിവന്റെ കൈകൊണ്ട് എനിക്ക് പരിക്ക് പറ്റിയില്ലല്ലോ എന്നതാ സങ്കടം. പാറു എന്തൊക്കെയായി പറയുന്നേ? സത്യാ ഞാൻ പറയുന്നേ. എനിക്ക് പരിക്ക് പറ്റിയിരുന്നെങ്കില് ആ ശിവനെ നേരിടാൻ ഗന്ധർവൻ വരുമായിരുന്നില്ലേ? അങ്ങനെയെങ്കിലും എനിക്ക് എന്റെ ഗന്ധർവനെ നേരിട്ട് കാണാൻ കഴിയുമായിരുന്നില്ലേ? എന്നെ ഗന്ധർവൻ ഇഷ്ടാന്ന് എനിക്കറിയാം. ഞാൻ എന്താഗ്രഹിച്ചാലും അതെല്ലാം നടത്തി തരുന്നുണ്ട്. പക്ഷെ മുന്നില് വരുന്നില്ല. വരാമെന്ന് പറയും, എന്നിട്ട് പറ്റിക്കും. എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന ഗന്ധർവൻ എന്താ എന്റെ മനസ്സ് മനസ്സിലാക്കാത്തത്? അയ്യോ, ഇതൊക്കെ ഞാനെന്തിനാ പ്രിയൻ ചേട്ടനോട് പറയുന്നേ? അറിയാതെ പറഞ്ഞു പോയതാ, സോറി. സാരമില്ല പാറു. പാറുവിന്റെ മനസ്സ് ഗന്ധർവൻ അറിയുന്നുണ്ട്. മുന്നിൽ വരാനുള്ള സമയമായിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും വരാത്തത്. ഇനി അധികം വൈകില്ല. പാറുവിന്റെ മുന്നിൽ പാറുവിന്റെ ഗന്ധർവൻ പ്രത്യക്ഷനാവുക തന്നെ ചെയ്യും. ഞാനല്ലേ പറയുന്നത്. എന്നാ വെക്കട്ടെ. സെക്യൂരിറ്റി ചേട്ടൻ ഇന്ന് ലീവാ. അതുകൊണ്ട് ആ ജോലി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുക. നാളെ കമ്പനിയിൽ വെച്ച് കാണാം. ഗുഡ് നൈറ്റ്.
കരിമുകിലിന്നു ചിറകുകളരുളിയ മിന്നലേ പുതുമഴ മലരുകൾ വിതറിയ കുറുമൊഴി തെന്നലേ എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാം. ഇനി ഈ ഹോസ്റ്റലിന് കണ്ണു തട്ടുമെന്നുള്ള പേടി വേണ്ട. ഒട്ടും ചേരുന്നില്ലേ? പിന്നെ അസലായിട്ട് ചേരുന്നുണ്ട്. ഈ കോലത്തിൽ നീ പാടത്ത് പോയി നിന്നാ കാക്കകള് പിന്നെ ഒരു കൊല്ലത്തേക്ക് ആ വഴി വരില്ല. എന്തു പറ്റിയടി? പെട്ടെന്ന് നിന്റെ മുഖം വാടിയല്ലോ. ഒന്നുമില്ല. അതല്ല, നിന്റെ മനസ്സിൽ എന്തോ വിഷമമുണ്ട്. ഞാൻ എന്റെ അച്ഛനെ ഓർത്തുപോയി. കടക്കാര് വന്ന് അച്ഛനെയും അമ്മയും ചേച്ചിയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? പോകാനൊരു സ്ഥലമില്ലാതെ പുറത്തെവിടെയോ അന്നവര് കഴിഞ്ഞത്. ചേച്ചിയും അമ്മയും ഉറങ്ങുമ്പോ ഒരു വടിയും പിടിച്ച് അച്ഛൻ കാവലിടുന്നത്രേ രാത്രി മുഴുവൻ. ഞാനത് ഓർത്തുപോയി. സാരമില്ലടി, ഓർത്ത് സങ്കടപ്പെടാൻ എനിക്കും ഉണ്ട് കുറെ കാരണങ്ങള്. ആയിഷയ്ക്കും ജെനിഫറിനും ഒക്കെ ഉണ്ടാവും. നമ്മൾ സങ്കടപ്പെട്ടതുകൊണ്ടോ കരഞ്ഞതുകൊണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുവോ? ഇല്ലല്ലോ. അതുകൊണ്ട് സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളെ തൽക്കാലം മനസ്സിനകത്ത് പൂട്ടിവെക്ക. അറിയാലോ, നമ്മളിപ്പോ സെക്യൂരിറ്റിയാ. ഒരീച്ച പോലും നമ്മുടെ കണ്ണു വെട്ടിച്ച് ഇതിനകത്ത് കയറാൻ പാടില്ല. അവരെന്തിനാ അവിടെ നിൽക്കുന്നേ? സെക്യൂരിറ്റി ചേട്ടനിന്ന് ലീവല്ലേ? അവരാ ഇന്ന് സെക്യൂരിറ്റി. നാശം. സെക്യൂരിറ്റി ആയിരുന്നെങ്കിൽ ഒരാളുടെ കണ്ണ് വെട്ടിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ 4 പേരുടെ കണ്ണ് വെട്ടിക്കണം. നമ്മൾ എത്ര സമയം ഇങ്ങനെ കാവല് നിൽക്കേണ്ടി വരും? നമ്മളിന്ന് സെക്യൂരിറ്റി അല്ലേ, അതുകൊണ്ട് നേരം വിളിക്കുന്നത് വരെ കാവല് നിൽക്കേണ്ടി വരും. നേരം വെളുക്കുന്നത് വരെയോ? ഉറക്കം വരുമ്പോ നീ ഇവിടെ എവിടെയെങ്കിലും കിടന്നോ? ഉറക്കം വരുന്നത് കൊണ്ടല്ല. പിന്നെ എല്ലാരും ഉറങ്ങിക്കഴിയുമ്പോ പ്രേതങ്ങൾ ഇറങ്ങില്ലേ? പ്രേതങ്ങളോ? നീ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കല്ലേ. പ്രേതങ്ങൾ വന്നാ നമ്മൾ എന്ത് ചെയ്യും? എടി, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? പ്രേതങ്ങളെ പേടിയുള്ളവളുമാരാ സെക്യൂരിറ്റി പണിക്ക് നിൽക്കുന്നെ. അവരെ അവിടെ നിന്ന് ഓടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു വഴിയുണ്ട്. എന്ത് വഴി? അത് ഞാൻ പറയില്ല, നിങ്ങൾ കണ്ടാ മതി. ഈ പ്രേതങ്ങളൊക്കെ ശരിക്കും ഉള്ളതാണോ? ഉള്ളതാ. എന്റെ നാട്ടില് വണ്ടി തട്ടി മരിച്ച ഒരു അമ്മുമ്മ പ്രേതമായിട്ടുണ്ട്. അവരെന്നും ആൾത്തറയിൽ വന്നിരിക്കും. എന്റെ വല്യച്ഛനൊക്കെ കണ്ടിട്ടുണ്ട്. ദയവേദി ടോപ്പിക് ഒന്ന് വിട്, എനിക്ക് പേടിയാവുന്നു. എല്ലാരും ഉറങ്ങിയല്ലേ പ്രേതം വരുന്നേ? ഇവിടെ അതിനാരും ഉറങ്ങിയില്ലല്ലോ. ഇത് പ്രേതമൊന്നുമല്ല. വാ, പോയി നോക്കാം. വാ.